ആയുധശേഖരത്തിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം, ലാൻഡ് ജിഹാദിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം. സമ്പന്നരായിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും തൊഴിൽ ദാതാക്കളാണ് എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ്സുകാർ ഉദയം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത്, വിദേശത്ത്, ഭാരതത്തിലല്ല. കേന്ദ്രവും കേരളവും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ചില ബിസിനസ്സുകാർ. ആ ബിസിനസ്സുകാർ ഒരു സെൻറ്റിന് 10 ലക്ഷത്തോളത്തിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്തിനാ? ഹിന്ദുക്കളെ ജോലി കൊടുക്കാനാണോ? ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല, ഹിന്ദുക്കളുടെ സ്ഥലം എത്ര വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു പ്രത്യേക മതത്തിൻ്റെ കൈവശത്തിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. ജോലി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ജോലി കൊടുക്കുന്നത്? അതിനെക്കുറിച്ച് പഠിക്കട്ടെ പോയിട്ട്. ജോലി കൊടുക്കുന്ന ആർക്കാ? ജോലി കൊടുക്കുന്ന വനിതകൾ ഇവിടുത്തുകാരും പുരുഷന്മാരും മറ്റുള്ള സ്ഥലത്തുമായിട്ട് ആണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന ബാലരാമപുരത്ത് പോയാൽ 24, 25, 30 പെൺകുട്ടികൾ ഈ ജിഹാദിൽപ്പെട്ടവർ. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ടല്ലേ നടക്കുന്നില്ല എന്ന് പറയുന്നത്? എൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം?